മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാനികൾ എന്ന് നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. അത് വിശേഷിപ്പിക്കുന്നത് ഒരു പക്ഷേ പാകിസ്ഥാനികളെ സപ്പോർട്ട് ചെയ്യുന്നവരെയാണ്. എന്നാൽ ഇന്ന് ഇത് ഏറ്റവും ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡില് ഒരു കപ്പലില് ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതിയിരിക്കുകയാണ്. മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാനികളാണോ അതോ നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളാണോ അതോ നുഴഞ്ഞു കയറിയ അന്യസംസ്ഥാന തൊഴിലാളികളാണോ എന്നൊന്നും അറിയില്ല. രണ്ടാഴ്ച മുൻപാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിലെ നിർമ്മാണത്തിലിരിക്കുന്ന കപ്പലില് ഐ ലവ് പാകിസ്ഥാൻ എന്ന ഒരു എഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. ഇതറിഞ്ഞപ്പോൾ തന്നെ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ അധികൃതർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കേസ് എടുത്തിട്ടുണ്ട്. ഇന്നലെ വന്നൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതിയവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുകയാണ്. BNS 152 പ്രകാരം കേസ് എടുക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ അപകടപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പാണ് BNS 152. ഇപ്പോൾ മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാനികൾക്ക് ഏറെക്കുറെ സന്തോഷമായി എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇനി നമുക്ക് എന്താണ് ഈ കപ്പല്, എങ്ങനെയാണ് ഇതിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് കൂടി നമുക്ക് നോക്കാം. ബ്രിട്ടനിലെ നോർത്ത് സ്റ്റാർ ഷിപ്പിങ്ങിനായി 2025 നിർമ്മാണം ആരംഭിച്ച കപ്പലിലാണ് ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഇന്നലെ പല ന്യൂസ് ചാനലും ഇത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പക്ഷെ അതിന്റെ അടിയിലും കമന്റ് സെക്ഷനിലും ഇതേപോലെ തന്നെയുള്ള ഒരു മുദ്രാവാക്യം പോലെ അവർ ആർത്തുല്ലസിച്ച് പിന്നെയും എഴുതിയിരിക്കുകയാണ് ഐ ലവ് പാകിസ്ഥാൻ. പക്ഷെ ചെറിയൊരു എഴുത്തിന് വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഐ ലവ് പാകിസ്ഥാന്റെ കൂടെ ഇപ്പോഴത്തെ നമുക്കറിയാം വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന സമയമാണ്. അതിന്റെ കൂടെ തനിക്ക് ഇഷ്ടപ്പെട്ട രാജ്യത്തിന്റെ പേരും കൂടി ചേർത്തിട്ടുണ്ട്, ജസ്റ്റ് ബാലൻസ് ആകാൻ വേണ്ടി മാത്രം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതിയ രാജ്യദ്രോഹ കുറ്റമാണെന്നിരിക്കെ ആ ഒരു വാർത്ത പറയുന്നതിന്റെ അടിയിൽ തന്നെ വീണ്ടും അവർക്ക് അത് എഴുതാൻ ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ അവർ വെല്ലുവിളിക്കുന്നത് ഈ രാജ്യത്തെയാണോ, ഈ രാജ്യത്തിന്റെ നിയമത്തെയാണോ? കാരണം BNS 152 രാജ്യദ്രോഹ കുറ്റമാണെന്ന് നമ്മൾ കുറച്ചു മുൻപ് പറഞ്ഞ് അവസാനിപ്പിച്ചതേ ഉള്ളൂ. എന്നിട്ട് പോലും ഇവിടെ ജീവിക്കുന്നവർക്ക് ഇതൊരു പേടിയില്ല. അതായത് നമ്മുടെ രാജ്യത്ത് ജീവിച്ചിട്ട് നമ്മുടെ അന്യരാജ്യമായ, അതായത് അയൽ രാജ്യമായ, ജനിച്ചപ്പം മുതൽ ശത്രു രാജ്യമായ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഇവരെയൊക്കെ രാജ്യദ്രോഹ കുറ്റമല്ലാതെ വേറെ എന്താണ് ചുമത്തേണ്ടത്? ഇനി ഇവരെല്ലാം പൂമാലിയിട്ട് സ്വീകരിക്കണമെന്നാണോ? ഇതിന്റെ അടിയിൽ പോലും ഐ ലവ് പാകിസ്ഥാൻ എന്റെ ഇഷ്ടപ്പെട്ട ഫുട്ബോൾ രാജ്യത്തിന്റെ പേര് വച്ചിട്ട് കമന്റിൽ ഇടുന്നവരെ നമ്മൾ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കപ്പൽ നിർമ്മാണശാലയിൽ, കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കപ്പൽ നിർമ്മാണശാലയാണ്. ആ കപ്പൽ നിർമ്മാണശാലയിൽ ഇത് വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരാൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കുറ്റമാണ്? അവിടെ വന്ന തൊഴിലാളികളാണോ ഇത് എഴുതിയത്? അതോ ടെൻഡറിന് നമുക്കറിയാം അവിടെ എടുക്കുന്നത്, അതായത് അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്നും ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. കൊച്ചി കപ്പൽ നിർമ്മാണശാലയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് തൊഴിലാളികൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. എറണാകുളത്ത് സൗത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയും, അതായത് സുരക്ഷയുള്ള ഒരു സ്ഥലത്ത് ഐ ലവ് പാകിസ്ഥാൻ എന്ന് വന്ന് എഴുതിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ സുരക്ഷയെ തന്നെ ഇവർ വെല്ലുവിളിച്ചിരിക്കുകയല്ലേ. 162 പേരുടെ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ അവിടെ കപ്പൽ നിർമ്മാണത്തിലുള്ളവരും ഉണ്ടായിരുന്നു, അതേപോലെ ഈ ഒരു എഴുതിയ കപ്പലിന്റെ നിർമ്മാണം നടക്കുന്നവരും അതിലുണ്ടായിരുന്നു. ബാക്കിയുള്ള അവിടെ ആരൊക്കെയാണോ ആ ഒരു സ്ഥലത്ത് പണി ചെയ്തുകൊണ്ടിരുന്നത് അവരെ എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തിയത്. പക്ഷെ അതിനൊന്നും നമുക്ക് വേണ്ടത് ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയുന്ന ഒരു വിവരം. പക്ഷെ എന്ത് തന്നെയാണെങ്കിൽ നമ്മുടെ മൂക്കിന്റെ തുമ്പത്ത് വന്നിരുന്നിട്ടാണ് ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇതൊരു സൂചന മാത്രമാണ്. ജസ്റ്റ് ഒരു ന്യൂസ് വായിച്ചപ്പോൾ പോലും അതിന്റെ അടിയിലെ കോമന്റ് സെക്ഷനിൽ എഴുതിയ വേർഡ് ഇതേ സെയിം റിപ്പീറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ജീവിച്ച് നമ്മുടെ ശത്രു രാജ്യത്തെ പാലൂട്ടി വളർത്തുന്ന ഇവരെയൊക്കെയാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അകത്താക്കേണ്ടത്. നമ്മുടെ ഇപ്പോഴത്തെ പാർട്ടികൾ CJP ഇപ്പോൾ സമരം നടത്തുകയാണ്. നീറ്റ് പരീക്ഷ ഒരു സ്കാമാണ്. അത് സ്കാമാക്കിയ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് മുറവിളി ശബ്ദം കൂട്ടുന്ന പാർട്ടികൾ എന്തുകൊണ്ടാണ് ഈ ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിൽ, ഇതൊരു രൂക്ഷമായിട്ട് ഈ ഒരു പ്രശ്നത്തിനെതിരെ ശബ്ദിക്കാത്തത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുകയില്ല. കാരണം ഇവിടെ അറിയേണ്ടത് BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വാർത്തകൾ മാത്രമാണ് CJP പോലെയുള്ള പാർട്ടികൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അതൊരു കപ്പൽ നിർമ്മാണശാലയിൽ അതീവ സുരക്ഷയുള്ള കപ്പൽ നിർമ്മാണശാലയുടെ ഉള്ളിൽ വന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, പിന്നെ അത് ഓരോ ന്യൂസ് ചാനലിലെ താഴത്ത് വന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നാളെ എവിടേക്ക് എഴുതും?
അതായത് ഇവിടെ തന്നെ പാകിസ്ഥാൻ പ്രേമികൾ കൂടുതലാണെന്നുള്ള തെളിവ് മറ്റൊന്നും വേണ്ട. പാർട്ടിയുടെ പാർട്ടി ഫോം ചെയ്തിട്ടില്ല. പക്ഷേ CJP എന്നൊരു അവരുടെ മാർഗനിർദ്ദേശം എന്ന് പറയുന്നത് തന്നെ അഴിമതിക്കെതിരെയും തൊഴിലില്ലാത്തവർ കൂടി ഒരുപറ്റം തൊഴിലില്ലാത്ത യുവാക്കളും യുവതികളും ചേർന്ന് നടത്തുന്ന ഒരു മൂവ്മെന്റ് ആയിട്ടാണ് അവരതിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ ആ ഒരു മൂവ്മെന്റ് രാജ്യത്തിനെതിരെ എന്ത് പറഞ്ഞാലും അവർ പ്രതിഷേധിക്കുമെന്നാണ് അവരുടെ ആപ്തവാക്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ ഈ ഒരു സംഭവത്തെ അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നില്ല? അവരിപ്പോഴും നീറ്റ് പരീക്ഷയുടെ പുറകെയാണ്. ഈ നീറ്റ് പരീക്ഷ സ്കാം അല്ലാന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല, സ്കാം തന്നെയാണ്. പക്ഷെ ആ നീറ്റ് പരീക്ഷയിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം ആവശ്യം ഉന്നയിക്കുന്നതിനൊപ്പം തന്നെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായേക്കാവുന്ന ഇത്തരം എഴുത്തുകളെ ഇവർ എന്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നില്ല? ഇവരെന്തുകൊണ്ട് തെരുവിലിറങ്ങുന്നില്ല? ഇത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇവരെന്തുകൊണ്ട് ശുഷ്കാന്തി കാണിക്കുന്നില്ല? കേരളത്തിലും ഇതേപോലെ CJP രംഗത്ത് വന്നിട്ടുണ്ട്. കേരള ഘടകവും ഉണ്ട്. ആ കേരള ഘടകവും ഇപ്പോൾ നിശബ്ദരാണ്, മിണ്ടുന്നില്ല, പാർട്ടികളൊന്നും ശബ്ദിക്കുന്നു പോലില്ല. പക്ഷെ പകരം ശബ്ദിക്കുന്നതാകട്ടെ പാകിസ്ഥാൻ പ്രേമികൾ മാത്രമാണ്. നമുക്ക് അവരുടെ പേര് നോക്കണ്ട, നമുക്ക് അവരുടെ മതം നോക്കണ്ട, നമുക്കൊന്നും സംസാരിക്കണ്ട. നമുക്ക് പറയേണ്ട ഒരൊറ്റ കാര്യം മാത്രം, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. ഇന്ത്യയിൽ ജീവിച്ച്, ഇന്ത്യയിൽ വളർന്ന്, ഇന്ത്യയിൽ ജനിച്ച് ജീവിച്ച് വളർന്ന് ഇവിടെ തന്നെ കുടുംബം അടക്കം താമസിച്ച് കൂറുമാത്രം അപ്പുറത്ത് സംസ്ഥാനത്ത് അല്ലെങ്കിൽ അപ്പുറത്ത് നമ്മൾ ശത്രു രാജ്യത്ത് കാണിക്കുന്ന ആളുകളെ നമ്മൾ മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാനികൾ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരു ഇന്ത്യക്കാരും ഒരു ദേശസ്നേഹിക്കും അവരെ പൂവിട്ട് പൂജിക്കാൻ പോലും സാധിക്കുകയില്ല. ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതാൻ നട്ടലില്ലാത്തതുകൊണ്ട് അവർ കമന്റ് ബോക്സിൽ വന്ന് എഴുതുന്നതാണ്. തന്റെ ഇഷ്ടപ്പെട്ട ഫുട്ബോൾ രാജ്യത്തിന്റെ പേരും പറഞ്ഞ് ചാർത്തി ജസ്റ്റ് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ചാർത്തി എഴുതുകയാണ് ചെയ്യുന്നത്. ഇത്രയും നട്ടലില്ലാത്ത ഇവരെ, പാകിസ്ഥാൻ പ്രേമികളെ, ഇവർക്ക് ഇഷ്ടപ്പെട്ട രാജ്യത്തേക്ക് തന്നെ ഇവർക്ക് പോയിക്കൂടെ? 1947 ശേഷം സ്വന്തമായിട്ടൊരു രാജ്യം വിഭജിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ മുഹമ്മദ് അലി ജിന്ന. എന്തുകൊണ്ട് ഒരു അംശം മാത്രം ഇവിടെ നിർത്തിയിരിക്കുന്നു? അവിടെ പാകിസ്ഥാനിൽ ഒരാൾ തന്നെ പറഞ്ഞാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും കോട്ടം തട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാനിലേക്ക് വരാമെന്ന് സ്വാഗതം തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ഇവിടെ ഇന്ത്യയിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? എല്ലാവർക്കും അറിയാം. കാരണം ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണെന്ന് നമ്മൾ കുഞ്ഞുനാളില് പറയുമ്പോൾ, പ്രതിജ്ഞ ചൊല്ലുമ്പോൾ ഇവരെല്ലാം അന്നൊന്നും ഇവരുടെ മനസ്സിൽ ഒരു കളങ്കവും ഉണ്ടായിട്ടില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് ഇവിടെ മനസ്സിലേക്ക് ഇൻജക്ട് ചെയ്ത് വെക്കുന്നത്. ആരാണ് ഇൻജക്ട് ചെയ്ത് വെക്കുന്നത്? ഇവിടെ ജീവിക്കുമ്പോൾ, ഇവിടത്തെ അതായത് ഇന്ത്യ ജീവിക്കുമ്പോൾ ഇന്ത്യനെ സ്നേഹിക്കുക എന്ന് മാത്രമാണ് ഒരു രാജ്യം സ്നേഹിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതെവിടെയും പിടിച്ചു വാങ്ങേണ്ട കാര്യമൊന്നുമല്ല. ഇവിടെ ഇന്ത്യയെ ജീവിച്ചിട്ട് ഇപ്പൊ പുറമെ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ പോലും അവരുടെ സ്നേഹം, ദേശസ്നേഹം എന്ന് പറയുന്നത് പാകിസ്ഥാനോട് ആണെങ്കിൽ നിങ്ങളെല്ലാം രാജ്യദ്രോഹികൾ തന്നെയാണ്. അതിൽ നിങ്ങളുടെ മതത്തിന്റെ പേരോ നിങ്ങളുടെ പേരോ നോക്കിയിട്ട് ആർക്കും ജഡ്ജ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എന്താണോ എഴുതിയത്, നിങ്ങളുടെ ആശയം എന്താണോ എന്നുള്ളത് ഒരു ന്യൂസ് വായിക്കുമ്പോൾ ആ ചാനലിന്റെ അടിയിലുള്ള കോമന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഐ ലവ് പാകിസ്ഥാൻ എന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിൽ എഴുതിയിരിക്കുന്നവരെ കണ്ടുപിടിക്കുകയും വേണം. അതേപോലെ തന്നെ അതിനേക്കാൾ വലിയൊരു കുറ്റം തന്നെയാണ് ഈ ഒരു വാർത്ത വായിക്കുമ്പോൾ അതിന്റെ അടിയിലും വന്ന് ഐ ലവ് പാകിസ്ഥാൻ എന്ന് ഇന്ത്യൻ ഭരണഘടനയെ പോലും സുരക്ഷയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇമാതിരി തെമ്മാടിത്തരങ്ങൾ എഴുതി വെക്കുന്നവരെ നമ്മൾ രാജ്യദ്രോഹികൾ തന്നെ മുദ്ര കുത്തുക തന്നെ വേണം.